നിൽക്കുന്ന മനുഷ്യന് നിസാരക്കാരനല്ല, മൂപ്പരെ പേരുള്ള ബുക്കാണ്, മൂപ്പര ആത്മകഥ. ഈ ഫോട്ടോയിൽ കാണുന്ന ആള് മൂപ്പരാട്ടാ. ഇതിപ്പോ ഇംഗ്ലീഷിലുള്ള പതിപ്പാണ്, ഇതിനെപ്പറ്റി കൂടുതൽ ഇപ്പൊ നമുക്ക് അറിയില്ല. ഇപ്പോൾ നമ്മളുള്ളത് അസ്സാമിലാട്ടാ. അതാ ഈ പാലം കടന്നാൽ നാഗാലാൻഡാണ്. ഇവിടെ നമുക്ക് ILP എടുക്കണം. അപ്പോൾ നമ്മൾ ILP എടുത്ത് ILP ഒരു ദിവസത്തെ പെർമിറ്റ് ഇവിടെ നിന്നൊക്കെ തരണം. അടുത്ത ജില്ല കടക്കുമ്പോൾ അവിടുന്ന് കിട്ടുമെന്നാണ് പറഞ്ഞത് കിട്ടാം. അപ്പോൾ നമ്മൾ നാഗാലാൻഡിൻ്റെ ഗേറ്റ് നമ്മളെ ഫ്രണ്ട് കിടക്കണ്. ഇവിടെ നിർത്തിയിട്ട് ഒരു ഫോട്ടോ എടുക്കണം. എടുക്കാതെ പോയാൽ ഇത് ഭയങ്കര നഷ്ടമാണ് നമുക്ക്. ഓ മോൺ വില്ലേജ് തേക്കിനൊക്കെ ഒരിക്കലും നിങ്ങൾ ഈ വില്ലേജ് വിസിറ്റ് ചെയ്യാൻ നിങ്ങൾ ഇവിടേക്ക് വരരുത്. നിങ്ങൾക്ക് വെറും നിരാശ മാത്രമായിരിക്കും. വേറെ സംഭവം കാണാനൊക്കെ ഉണ്ട്, പക്ഷെ ആളുകളെ പെരുമാറ്റം ശരിയില്ല, ഇങ്ങോട്ട് വരായി എന്നുള്ളത്. വില്ലേജ് വൈബ്സിന്റെ മറ്റൊരു ബ്ലോഗിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ആസാമിലെ ഡോഗ്ബായ് എന്ന സ്ഥലത്താണ്. നമ്മൾ അരുണാചൽ പ്രദേശിൽ നമ്മൾ ലാസ്റ്റ് വീഡിയോ കണ്ടിട്ടല്ലേ നമ്മൾ അവിടുന്ന് തിരിച്ച് നമ്മൾ ആസാം പോയാണ് നമുക്ക് നാഗാലാൻഡ് പോകേണ്ടത്. അപ്പോൾ നമ്മൾ ഒരു യാത്ര മാത്രമായിരുന്നു, റോഡിലെ കാഴ്ചകൾ അതിൻ്റെ ഷൂട്ട് ചെയ്യായിരുന്നിരുന്നു. ഇനി ഇവിടുന്ന് ആസാം നാഗാലാൻഡിലെ മോൺ വില്ലേജ് എന്ന സ്ഥലത്തേക്ക് ഇവിടുന്ന് 162 കിലോമീറ്റർ ഉണ്ട്. ഇപ്പോൾ സമയം 11 മണി ആയിട്ടുണ്ട്. ഞങ്ങളവിടേക്ക് പോകാൻ നിൽക്കുകയാണ്. ഞാൻ വീഡിയോസൊക്കെ എഡിറ്റിംഗ് ആയിരുന്നു, അതാണ് ഇപ്പോൾ ഇറങ്ങാനൊക്കെ നേരം വൈകിയത്. കുറേ 8-10 വീഡിയോ അടുപ്പിച്ചാണ്ട് എഡിറ്റ് ചെയ്തിട്ടിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വീഡിയോ മുടങ്ങാതെ നമുക്ക് വീഡിയോ വരും. ഈ കാണുന്ന ഹോട്ടലിലായിട്ട് നമ്മളൊന്ന് താമസിച്ചത്. ഇവിടെ നമുക്ക് ഹൈദരാബാദി ബിരിയാണി, മുറാദാബാദി ബിരിയാണി, അതുമാതിരി ചിക്കൻ തന്തൂരി, ചിക്കൻ ചില്ലി, പല സാധനങ്ങളും ചിക്കൻ കൊണ്ടുള്ള ഫുൾ വെറൈറ്റികൾ ഇട്ടാ. അപ്പോൾ ഇവിടെ ഇതിൻ്റെ മുതലാളി ഉണ്ടായിരുന്നു, ആൾ നല്ല മനുഷ്യനാണ്. ഉണ്ടില്ല ചെമ്പൊക്കെ റെഡി ആയിട്ടില്ല, സാധനം റെഡി ആയിട്ടില്ല എന്ന് പറഞ്ഞ്. ഭായ് അഫ്ഖാനാ ഖലീൽ അഹമ്മദ് ഇവിടുത്തെ ഒരു സ്റ്റാഫാണ്. നല്ല പെരുമാറ്റാട്ടോ. നമ്മളെന്തായാലും ഇവിടുന്ന് പോകാൻ നിൽക്കുകയാണ്. ഇവിടെ എന്താ സംഭവം തന്നെ, മിഞ്ഞാന്ന് വണ്ടി നിർത്തിയിട്ട് ഞാൻ രാത്രി ഇവിടെ ഇത്തിരി ക്ലിപ്പ് ഉണ്ട്, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ആളാണ്ട് കൂടിയിട്ട് എനിക്ക് ആദ്യം ക്യാമറ ഓണാക്കിയില്ല, പിന്നെ കുറേ ആളുകൾ കുറഞ്ഞപ്പോഴാണ് ഞാൻ ഓണാക്കിയത്. ഇവിടെ ഇപ്പോഴും ഇതന്നെ അവസ്ഥ. വണ്ടിൻ്റെ അടുത്തേക്ക് വന്നാൽ ആരെങ്കിലുമൊക്കെ ആയിട്ട് ചോദിച്ചറിഞ്ഞ് വരികയാണ്. 1-2 ആളൊക്കെ വരുമ്പോൾ നമുക്ക് ചടപ്പില്ല, പക്ഷെ ആൾ കൂടുമ്പോൾ എന്തോ ഒരു ചടപ്പുമായി. എന്തായാലും നമ്മളിവിടുന്ന് പോകാൻ നിൽക്കുകയാണ്. ലൊക്കേഷൻ കറക്റ്റ് അല്ലേ? നമ്മൾ ആ ടൗണൊക്കെ കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ ഉൾപ്രദേശത്തിലൂടെ നമ്മൾ യാത്ര, നല്ല നല്ല ഗ്രാമങ്ങളാണ്. സൈക്കിളൊക്കെ ഇട്ട് പോകണം ഗ്രാമീണർ. ചെറിയ ചെറിയ ഓലൻ്റെ വീടും പിന്നെ ഇതുപോലെ തന്നെ വിജനമായ സ്ഥലങ്ങളും. ആസാമിൽ മൊത്തം ഭൂപ്രകൃതി എന്ന് പറഞ്ഞ ഒരൊറ്റ സ്റ്റൈലാട്ടാണ്, ഇതുപോലെയുള്ള സ്ഥലങ്ങളാണ്. ഉച്ചക്ക് 1 മണിയായി. അതാണിപ്പോൾ നമ്മൾ റൂട്ടിൽ നിന്ന് പറഞ്ഞാൽ 2 സൈഡും തേയിലത്തോട്ടം, നിരപ്പായ സ്ഥലം. ഈ ഒരു കാഴ്ച മാത്രമേ ഇപ്പോൾ ഉള്ളൂ. നമ്മൾ ആ കാടൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്നിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഹോട്ടലിൽ നിന്ന് പിന്നെ കാണുന്ന കാഴ്ചതാണ്. ഇനി നമ്മൾ നാഗാലാൻഡിലെ മോൺ വില്ലേജ് എന്ന് പറഞ്ഞ ഗ്രാമത്തിലേക്ക് നമ്മൾ പോകുന്നത്. ആദിവാസി ഗ്രാമമാണ്. എനിക്ക് തോന്നുന്നത് മിക്കവാറും അവിടെ എത്തിയാൽ നമുക്ക് നല്ല രീതിയിലുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഷൂട്ട് ചെയ്യാനൊക്കെ പറ്റുള്ളൂ എന്ന് വിചാരിക്കണേ. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ റെസ്റ്റ് ചെയ്തപ്പോൾ 2 ഭായിമാരെ നിൽക്കുന്നുണ്ടാ. ഭായ് അപ്കാനാ സുമോൻ, आपका विक्की शर्मा, नागालैंड है? हम तो असम का हमारा फैमिली पूरा നാഗാലാൻഡ് ഫാമിലി പൂരാ നാഗാലാൻഡ്. ആസാം ये असम के पूरा ഞാൻ നാഗാലാൻഡ് എന്നിട്ട് ആസാമാണ്. ഇവിടെ വന്ന് പറഞ്ഞില്ല തേയിലത്തോട്ടാട്ടോ. ഇനി ഇവിടുന്ന് ഒരു 7 കിലോമീറ്ററാണ് ബോർഡറിലേക്ക് ഉള്ളത്. ഈ കാണുന്ന സംഭവങ്ങളൊക്കെ ഇവിടെ ചന്ത നടക്കണ കേട്ടാ. ചന്ത ദിവസം കച്ചവട സ്ഥാപനങ്ങളൊക്കെ സ്റ്റാളാക്കി ഉപയോഗിക്കുന്ന സംഭവം കേട്ടോ. നമ്മൾ 2 ഭാഗത്തുണ്ട്. ഓല കൊണ്ട് മേഞ്ഞ, ഓല അല്ല പനയോലയാണിത്, പനയോല കൊണ്ട് മേഞ്ഞ എന്താ പറയുക, റോഡ് സൈഡിൽ ഇങ്ങനെതാ ഒരുപാട് കൂടാരങ്ങൾ. ഒരാൾ നടന്നു പോകുന്ന അയാൾക്ക് നീരാൻ പറ്റുന്നില്ല. അധികം പ്രായമൊന്നുമില്ലല്ലോ നമുക്ക്. ഇവിടുത്തെ മതിലിട്ടാ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇതാ കവുങ്ങിൻ്റെ കഷ്ണങ്ങൾ കൊണ്ടുള്ള, കവുങ്ങല്ല മുളൻ്റെ കഷ്ണങ്ങൾ കൊണ്ടുള്ള മതിലുകളാണ്. വീടൊക്കെ കാണി മൺവീട്. അവിടെ ഒരു ആലുണ്ട്, ആലിനെന്തോ സാധനം മേടി പരത്തുന്നതാള്. ഇനി ഇവിടുന്ന് 75 കിലോമീറ്റർ ഉണ്ട് നാഗാലാൻഡിലേക്ക് നമ്മൾ പോകുന്ന മോൺ വില്ലേജിലേക്ക്. നമ്മളിപ്പോൾ ആസാം നാഗാലാൻഡ് ബോർഡറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 8 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ ബോർഡറിലേക്ക്. നമുക്ക് ILP എടുക്കേണ്ടതുണ്ട്. ബോർഡറിൽ നിന്ന് എടുക്കാന്നുള്ള പ്ലാനിലാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഏതാ 3 ജില്ലയിലേക്ക് നമുക്ക് ILP കിട്ടൂല എന്നും പറഞ്ഞിട്ടീന്ന്. അത് ഏതാന്നൊക്കെ നമുക്ക് പോയാൽ തന്നെ അറിയുള്ളൂ.
അപ്പോൾ നമ്മളുള്ളത് അസ്സാമിലാട്ടോ. അതാ ഈ പാലം കടന്നാൽ നാഗാലാൻഡാണ്. ഇവിടെ നമുക്ക് ILP എടുക്കണം. അപ്പോൾ നമ്മൾ ILP എടുത്ത് ILP ഒരു ദിവസത്തെ പെർമിറ്റ് അവിടെ നിന്നൊക്കെ തരണം. അടുത്ത ജില്ല കടക്കുമ്പോൾ അവിടുന്ന് കിട്ടുമെന്നാണ് പറഞ്ഞത് കിട്ടാം. അപ്പോൾ നമ്മൾ നാഗാലാൻഡിൻ്റെ ഗേറ്റ് നമ്മളെ ഫ്രണ്ട് കിടക്കണ്. ഇവിടെ നിർത്തിയിട്ട് ഒരു ഫോട്ടോ എടുക്കണം. എടുക്കാതെ പോയാൽ ഇത് ഭയങ്കര നഷ്ടമാണ് നമുക്ക്. ഒരു ഫോട്ടോ എടുത്തേക്കുന്നു. ഒന്നറിയുക. നല്ലൊരു ഫോട്ടോ കൊണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വണ്ടി നിർത്താൻ പറ്റുന്നില്ല. ഇനി വണ്ടി അപ്പുറം ഇട്ടിട്ട് നടന്നു വന്നിട്ടൊരു പിക്ക് എടുക്കട്ടെ ഞാൻ. അതേപ്പോൾ നടക്കുകയുള്ളൂ. അങ്ങനെ നമ്മൾ നാഗാലാൻഡിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. നമുക്ക് ഒരു ദിവസത്തെ പെർമിറ്റാണ് കിട്ടിയത്. ഞാൻ നേരത്തെ പറഞ്ഞില്ല. ഇനി നമുക്ക് മോൺ വില്ലേജിലേക്കുള്ള പെർമിറ്റ് അപ്പോൾ കിട്ടി. അവിടെ നിന്ന് ലോങ് പോകാൻ വേറെ പെർമിറ്റ് വേണം. വേറെ ജില്ല പോകാനൊക്കെ അങ്ങനെ ഓരോ പെർമിറ്റ് എടുക്കണം. അപ്പോൾ നമുക്ക് ആയത് ഒരാൾക്ക് 100 രൂപയായിട്ടാണ് പെർമിറ്റിനായത്. ഒരു ദിവസത്തെ പെർമിറ്റാണ് തന്നിട്ടുള്ളത്. നാഗാലാൻഡ് ബോർഡർ ആയിരുന്നാണ് ആകെ ഇരുട്ട് കുത്തി. ഇവിടെ ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട്. വനത്തിലേക്കാന്ന് തോന്നുന്നു നമ്മൾ കിടക്കുന്നത്. ടൈനി എന്താണ് ഇരുട്ടായിട്ട് ഇവിടുത്തെ വീടുകളൊക്കെ ഇതാണ്, ഓല വീടുകളാണ്. സമയം ഇരുട്ടായിട്ടുണ്ട്. ഇവിടുത്തെ വീടുകളൊക്കെ നോക്കുകയാണ് എല്ലാം ഓലക്കുടിലുകൾ. ക്രിസ്മസ് ആയതുകൊണ്ടുള്ള അലങ്കാരമായിട്ട് ഈ കാണുന്നത്. ഡിസംബർ 25 അലങ്കാരങ്ങളാണ് ഈ കാണുന്നത്. സമയം വൈകിട്ട് 5:30. ഇവിടെ എല്ലാ കടകളും പൂട്ടി എല്ലാം പോയിക്കണ്. എല്ലാവരും ഇരുട്ടായും ചെയ്തിക്കണ്. സമയം 5:50. നമ്മൾ മോൺ വില്ലേജ് ലൊക്കേഷൻ അടിച്ചിട്ട് നമുക്ക് ഹൈവേന്ന് ഒരു ഉൾ റോഡ് കിട്ടിയാണ്. ഇതാണ് ഒരു കാടിൻ്റെ ഉള്ളിൽ കൂടി. റോഡ് ഫുള്ള് മോശം. ചില സ്ഥലത്ത് ലൊക്കേഷൻ പോവുകയാണ്. എന്താ ഏതാന്ന് പറയാം. ഒരാൾ ചോദിക്കാനൊരു മനുഷ്യല്ലേ ഇവിടെ ഓടി. ഇവിടെ വലിയ വന്യമൃഗം ഉണ്ടാവും ഒന്നും ഒരു ഐഡിയ ഇല്ല. മ്യാൻമാറിൽ ഒരിക്കലും 5 മണിയല്ല 4:30 കഴിഞ്ഞാൽ തന്നെ ആരും വണ്ടി ഓടിക്കരുത്. കാരണം റോഡ് ഫുള്ള് കടകളൊക്കെ അടച്ചു പോയിട്ട് എല്ലാം ക്ലോസ് ആയിട്ട് ഒരു എന്താ പറയുക നിഗൂഢതമായിരുന്നു. ഇപ്പോൾ വണ്ടിക്ക് നല്ല ഓഫ് റോഡാണ് കിട്ടുന്നത്. നമ്മൾ ആ ലൊക്കേഷൻ അടിച്ചു പോയി ലൊക്കേഷൻ ഇട്ട് കറക്കിയിട്ട് നമ്മൾ പിന്നെ പുറത്തിറങ്ങി മോൺ ടൗണിലാണ് പമ്പുള്ള കിട്ടുക. ഒരു കാരണവശാലും ഈ മോൺ വില്ലേജ് ഒന്നും കാണാൻ അങ്ങോട്ട് ആരും വരരുത്. വരികയാണെങ്കിൽ രാവിലെ സുബൈക്ക് ഇവിടെ എത്തിയിട്ട് കണ്ട് മടങ്ങി പോവുക. ഒരു ടൗണാണിത്. ഒരു റൂമായി പടച്ചത് ഇവിടെ ഇല്ല. 2-3 കോട്ടേജ് ഉണ്ട്. ചെല്ലുമ്പോൾ റൂമില്ലാന്ന് പറഞ്ഞു. അപ്പോൾ ഒരാട് ചോദിച്ചപ്പോൾ പറഞ്ഞ് രാത്രി റൂം തരുന്നത്. ഇപ്പോൾ സമയം 7 മണി. ഇവിടുത്തെ കടകളൊക്കെ 4 മണിക്ക് അടക്കുമല്ല. ഭക്ഷണം കഴിക്കാനൊരു കട നോക്കിയിട്ട് ഇവിടെ എല്ലാം പറഞ്ഞത് നാഗാലാൻഡിലെ കട മുഴുവൻ അടക്കും. നിങ്ങൾക്ക് ബീഹാറിലെ 1-2 കട ഉണ്ട്. ഒരു കട ഇവിടെ കിട്ടുന്നില്ല. ഒരാളോട് ചോദിക്കുമ്പോൾ ഇത്രയും വൃത്തികെട്ട ആളുകളുണ്ടോ എന്ന് വരെ തോന്നിപ്പോകും നമുക്ക്. ഒരു മറുപടി കിട്ടാത്ത ആളുകൾ. സത്യം വെറുത്ത് നാഗാലാൻഡിക്ക് നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളൂ. വെറുത്ത് പോയി നാഗാലാൻഡ് ഇട്ടാ ഈ അവസ്ഥ ഉണ്ടല്ലോ. ഇതൊക്കെ ആൾക്കൂട്ടുണ്ട്. ചോദിച്ചാൽ കറക്റ്റ് എന്താ പറഞ്ഞ് എന്താ നമ്മൾ ചോദിച്ചിന് മറുപടി തരുന്നില്ല. മെയിൻറ്റെയിൻ ചെയ്യാതെ നിൽക്കുക. സമയം രാത്രി 8:30. ഇതുപോലെ എൻ്റെ യാത്ര തുടങ്ങിയിട്ട് ഇപ്പോൾ 9ാമത്തെ മാസമാണ്. ഡിസംബർ 28 ആയാലും 9 മാസമായി. ഇതുപോലത്തെ ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. പട്ടിണിയാണ് ഞങ്ങൾ രണ്ടാളും. പട്ടിണി പറയാ നല്ലത്. സ്റ്റേ താമസിക്കാൻ നോക്കിയിട്ട് ഒരു സ്ഥലത്തുനിന്ന് സ്റ്റേ കിട്ടിയില്ല. റൂമില്ല. ഉള്ള സ്ഥലത്ത് രാത്രി റൂം എടുക്കൂല. ആരേലും നാഗാലാൻഡിൽ വന്നുണ്ടെങ്കിൽ
മോൺ വില്ലേജ് വന്ന അല്ല വന്ന് പൊക്കോ ഞാൻ പറഞ്ഞുതരാം സംഭവം കുറച്ച് പറയാൻ. പടിയേക്കും. എന്നിട്ട് ലാസ്റ്റ് ഞങ്ങൾ കറങ്ങി കറങ്ങി ഇവിടുത്തെ ആളുകളോട് ചോദിക്കുമ്പോൾ ഒക്കെ പെരുമാറ്റം വേറെ എന്തോ മാതിരി. എല്ലായിടത്തും എവിടെയെങ്കിലും ഉണ്ടാവില്ല ഒന്ന് നല്ലത്. ആ ഒന്നിനെ ഞങ്ങൾക്ക് ലാസ്റ്റ് കിട്ടി. ഓന് ഈ പമ്പുക്ക് കൂട്ടി കൊടുത്തു. എന്നിട്ട് ഇവിടെ സംസാരിച്ചിട്ട് ഞങ്ങളിവിടെ ടെൻ്റ് അടിച്ചാണ്. ടെൻ്റ് അടിച്ച് കാരണം പമ്പ് 8 മണിക്ക് കിടക്കും. അത് അതിലേറെ രസമുണ്ട്. നമ്മുടെ ജുനൂരൊരു ബാഗ് ഉണ്ടായിരുന്നു. ആ ബാഗ് ഇവിടെ കെട്ടിയേക്കല് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ കിട്ടുന്ന രീതിയിൽ പോയപ്പോൾ ആ ബാഗ് എടുത്ത് കണ്ട് ആ സെറ്ററിൻ്റെ ഉള്ളിൽ വെച്ച് ഞങ്ങളെത്തിയപ്പോൾ ഇവർ പമ്പ് കൂട്ടിയിട്ട് ഒരു പോയും ചെയ്തിക്കണ്. ഒരു പോയി ബാഗില്ല ജുനുവിൻ്റെ. എന്നിട്ട് പിന്നെ ഇവിടെ ഉള്ള ആളുകളൊക്കെ അങ്ങനെ പരിചയപ്പെട്ട് ലാസ്റ്റ് ഒരാൾ വന്നിട്ട് അവരെ നമ്പർ ഒപ്പിച്ച് വിളിച്ചെന്ന് അവർ തുറന്നിട്ടെടുത്ത് നമ്മളിത് അവിടെ ടെൻ്റ് അടിച്ചിക്കണേ. എന്നിട്ട് ഞങ്ങൾ കടയിൽ പോയിട്ട് ഒരു സാധനമില്ല. ഇവിടുത്തെ കട ഇവിടെ ഉള്ളവർ 4 മണിക്ക് കിടക്കും. പുറത്തുനിന്നുള്ളത് കടക്കാർ 6 മണിക്ക് കിടക്കും. അത് കഴിഞ്ഞാൽ ഇവിടുത്തെ ടൗൺ അവസാനിച്ച്. പിന്നെ ഇതില്ല, ഒരുപാട് വലിയ വലിയ ടൗൺ ഉണ്ട്, പക്ഷേ കടക്ക് 6 മണിയാകുമ്പോൾ നടക്കും. ഇത് കൊഹിമ ദിമാപൂർ ഇതിൽ വ്യത്യാസം ഉണ്ടാവും നാഗാലാൻഡിൻ്റെ. പക്ഷേ നമ്മളെ ഈ മോൺ വില്ലേജിൻ്റെ ഏരിയ മോൺ വില്ലേജ് പറഞ്ഞാൽ മോൺ ടൗണിലാണ് നമ്മളുള്ളത്. ഇനി നാളത്തെ അവസ്ഥ എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല. ജുനൂനാണെങ്കിലോ ജുനൂനാണെങ്കിലോ രാവിലെ പട്ടിണിയാവും കിടക്കും. പക്ഷെ ഉച്ചക്കും രാത്രിയും ഫുഡ് കിട്ടിയില്ലെങ്കിലും അവനക്ക് സക്കറാത്തിൻ്റെ ആലാണ്. എന്തായാലും നമ്മളിവിടെ ടെൻ്റ് അടിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ ഇവിടുന്ന് ബാക്കിയൊക്കെ നേരം വെളുത്തിട്ട് നോക്കാം. സമയം 10 മണിയായി. നമ്മൾ സൂര്യപ്രകാശം വേണ്ടി കാത്തുനിന്ന് ഈ നേരത്തെ വെളിച്ചം നല്ല വന്നു കിട്ടാം. ടെൻ്റ് മടക്കി നമ്മൾ പോകണം ഇവിടുന്ന്. ഇതാണ് ഒരു പണി. ഈ ടെൻ്റ് അടിക്കലും ടെൻ്റ് സെറ്റാക്കലും. ടെൻ്റ് അടിക്കാൻ പാടില്ല, പക്ഷെ ടെൻ്റ് സെറ്റാക്കൽ കുറച്ച് പണിയാണ്. അടിച്ച് കഴിഞ്ഞിട്ടില്ല. നമ്മൾ റൂമിൽ നിന്ന് പുറത്തിറങ്ങി. നമുക്ക് മോൺ വില്ലേജ് നമ്മളെ ബാക്ക് ഭാഗത്തേക്കാണ്. ലോങ് വാൻ എന്ന സ്ഥലത്ത് ഇവിടേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. പക്ഷേ അതിന് മുന്നേ നമ്മളെന്തെങ്കിലും കഴിക്കട്ടെ, പട്ടിണിയാണ്. ഇന്നലെ ഉച്ചക്കൊരു ഭക്ഷണം ചെന്നാ വയറ്റിക്ക്. ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ ഇറങ്ങി നമുക്കൊരു ഹോട്ടൽ കിട്ടിയ കിട്ടാം. ഉള്ള ഹോട്ടലാണല്ലോ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല, ചാവൽ, പിന്നെ അതാ ഉള്ളത് എന്ത് ചിക്കന്, പോർക്ക്. അപ്പോൾ നമ്മൾ ചിക്കൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇവിടുത്തെ ചിക്കനും കഴിക്കാൻ പേടിയാണ്. പട്ടിയിറച്ചി മിക്സ് ആവുമോ എന്നുള്ള ഡൗട്ടിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ചിക്കൻ തിരിച്ചറിയാൻ പറ്റുന്നതാണ് പറഞ്ഞത്. പക്ഷേ നമുക്കൊരു മനസ്സുകൊണ്ടൊരു സന്തോഷം കിട്ടുന്നില്ല. ഇതാട്ടോ ഹോട്ടൽ. നമ്മളെന്തായാലും ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്താ വരുന്നത് നോക്കട്ടെ. അപ്പോൾ ഇതാണ് നമ്മളെ ചോറിട്ടാ. ചോറ്, പപ്പടം, ചീരൻ്റെ ഇല, ഉരുളക്കിഴങ്ങ്, ഒരു ചട്നി ഉണ്ട്, ചിക്കൻ, എന്തോ ഒരു കറി ഉണ്ട്. എന്താ വാടുകയെന്ന് അറിയാം. ജൂനിയർ ടേസ്റ്റ് നോക്കാം ആദ്യം. കഴിച്ചോക്കാം. കറി കഴിച്ചേക്ക്. ആ കറി കുറച്ച് വയ്ക്ക്. ജസ്റ്റ് ഒന്ന് കറിന് ടേസ്റ്റ് നോക്കാം. കഴിക്കാൻ പറ്റുന്ന ടേസ്റ്റാ. ചിക്കൻ്റെ തുള്ളി ടേസ്റ്റ് നോക്കാം. കുഴപ്പമുണ്ടോ? ടേസ്റ്റിൻ്റെ അല്ല. അപ്പം എന്തായാലും നമ്മളിത് കഴിക്കട്ടെ ഇനി. അങ്ങനെ നമ്മൾ മോൺ വില്ലേജിലേക്കുള്ള കവാടത്തിലെത്തിയിരുന്നിട്ടാ. ഇത് നമ്മൾ ഇന്നലെ രാത്രി പോയ വഴിയല്ല, വേറൊരു വഴിയാണ്. 2 റൂട്ടുണ്ട് മോൺ വില്ലേജിലേക്ക്. ഇനി റോഡ് എന്താ പാടുന്നതെന്ന് അറിയില്ല. പോയി നോക്കാം നമ്മൾ. റോഡിൻ്റെ അവസ്ഥ പറയുക നല്ലത്. പിന്നെ ഇതൊന്നും എന്താ പറയുക, ഈ വില്ലേജിലേക്കുള്ള റോഡാണെന്ന് മനസ്സിലാക്കാം. നമുക്ക് ഹൈവേ ഒക്കെ ഉണ്ടല്ലോ, അതിലേറെ തകർന്ന് എടുക്കുകയാണ്. പിന്നെ ഈ റോഡിൻ്റെ അവസ്ഥ ഒക്കെ പറയുക നല്ലത്. भाई ये मोन विलेज वो मोन विलेज देखने के केरला से हाँ से आया हाँ ये से आया स्कूटर से 7 महीने हो गया 7 मंथ मोन विलेज ऐसे ऊपर ही है घर ऊपर है ठीक है ऊपर हाँ और यहाँ से नीचे से हाँ में ऊपर में जा वो देखो और उसका बाद वो नीचे का रास्ता मिलेगा वहाँ में उसका वहाँ में जा और कार ठीक है ठीक है ओके
നമ്മളിപ്പോൾ വില്ലേജിൽ എത്തിയിട്ടുണ്ട്. ഇനിയുണ്ട് പല സ്ഥലത്തേക്കായിട്ട് വില്ലേജ് പരന്ന് കിടക്കട്ടെ. അപ്പോൾ ഇതിനുള്ളിൽ എത്തിയപ്പോൾ കണ്ട ഒരു സംഭവമാണിത്. ഒരു റൂം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു മരം കൊണ്ട് എന്തൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലായിട്ടില്ല. ഇതെന്തോ ഒരു ഇതിൻ്റെ മുഖം പോലെ ഉണ്ടാക്കിയിരിക്കുന്നത് മരം കൊണ്ടിട്ടാ ഉണ്ടാക്കി. ഫുള്ള് മരത്തിൻ്റെ ഉള്ളാണെങ്കിൽ ഫുള്ള് കാലിയാണ്. മരത്തിനുള്ളിൽ ഫുള്ള് കാലിയാണ്. ഇവിടെയൊക്കെ പിന്നെ എന്താ തീയൊക്കെ ഇട്ട് എന്താ സംഭവങ്ങൾ കാണുന്നുണ്ട്. ഇവിടെയൊക്കെ കണ്ട ഓരോ കൊത്തുപണികൾ. ഇത് പല്ലിൻ്റെ രൂപം ഉണ്ടാക്കിയിരിക്കണ്, മനുഷ്യൻ്റെ രൂപങ്ങൾ, എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞു തരാനും ഒരാളും ഇല്ല. ചോദിച്ചാൽ പറഞ്ഞിട്ട് നമുക്ക് മനസ്സിലാവണമില്ല. ഇവിടെ കണ്ട വലിയൊരു തോണി പോലെ എന്തോ ഒരു സംഭവം. ഇതിൻ്റെ അകൊക്കെ നോക്കുകയാണെങ്കിൽ ഫുള്ള് കാലിയാണ്. ഇവിടെ പിന്നെ കുറേ തലയോട്ടിയൊക്കെ തിരിക്കണ്. ഇവിടെ കണ്ട കുറേ എന്താ കൊമ്പുകൾ, മരം കൊണ്ടുണ്ടാക്കിയ എന്തൊക്കെയോ രൂപങ്ങൾ ഇതവിടെ ഇരിക്കണ്. ഗ്ലാസ് പോലെ മുള കൊണ്ടുണ്ടാക്കി കേട്ടോ. ഇവിടെ കണ്ട ഇതൊക്കെ കാട്ടുപോത്ത അങ്ങനെ എന്തൊക്കെ ഇതിൻ്റെ കൊമ്പുകൾ തലയോട്ടി ഇതെല്ലാം ഉണ്ട്. ഇവിടെ എന്താണ് ഉദ്ദേശിക്കണമെന്ന് നമുക്ക് മനസ്സിലാണില്ല. ഞാൻ കുറേ വിക്കിപീഡിയ നോക്കിയിട്ട് എനിക്കൊരു ഐഡിയയും കിട്ടിയില്ല അതെന്താ സംഭവം എന്നുള്ളത്. എന്തായാലും വില്ലേജിലെ കുറച്ച് വീടുകളൊക്കെ കാണിക്കാം നമുക്ക്. പക്ഷെ ഇവിടെ എവിടെ നിന്നാണ് ഈ വില്ലേജ് സ്റ്റാർട്ട് ചെയ്യണത്, എവിടെയാണ് ശരിക്കും ടൂറിസ്റ്റുകൾ വരുന്നത്, ഇവിടെ ഒരു ഐഡിയയും കിട്ടണില്ല. ഇവിടുന്ന് താഴെയൊക്കെ നോക്കുമ്പോൾ ചെറിയൊരു വ്യൂ ഉണ്ട്. ക്രിസ്മസ് ആയിട്ട് അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ഇവിടെ നടത്തുന്നത്. അവിടെ കണ്ട കുറച്ച് വീടുകൾ. പക്ഷെ ഇതൊന്നുമല്ല, താഴെന്ന് നല്ലപോലെ നമ്മൾ കണ്ടിരുന്നു. നമ്മൾ മുകൾക്ക് നല്ല കാഴ്ച കിട്ടിച്ചിട്ട് ഇങ്ങോട്ട് കയറിയതാണ്. ഓല മേഞ്ഞ കുടിലുകൾ. അവിടെ ഉള്ള റോഡാണ് നമ്മൾ കയറി പോകുന്ന വൈകിട്ടാണ്. ഇതിൻ്റെ മുകൾക്കുണ്ട്. നമ്മൾ കുറച്ചും കൂടി ഒന്ന് ഫ്രണ്ടിലേക്ക് പോയി നോക്കുക. നമ്മളിപ്പോൾ ഈ വില്ലേജിൻ്റെ ഏറ്റവും ടോപ്പിലെത്തിയിട്ട് ഞങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ വില്ലേജിൽ നിന്ന് കാണാൻ ഒരാളും വരരുത്. ഇവിടുത്തെ ആളുകളുടെ സ്വഭാവം തന്നെ അത്രയും മോശമാണ്. നമ്മളങ്ങനെ ഇൻസൾട്ട് ചെയ്തൊക്കെ എന്താ പറയുക, അത്രയും കൊച്ചാക്കണ. നമ്മളെ നാടിനും കുറേ കുറ്റം പറഞ്ഞു കണ്ട് അങ്ങനത്തെ ഒരു കൾച്ചറില്ലാത്ത ആളുകൾ. ഇത് ഇവിടുത്തെ ഒരു ചർച്ചാട്ടാ. എന്നിട്ട് ചിരിക്കുക, അവരെല്ലാവരും കൂടി ഇന്ന് ചിരിക്കുക നമ്മളെ കണ്ട് സംസാരിച്ച് കണ്ട്. ഇവിടെ ചർച്ചിലകത്ത് കുറേ ഡ്രസ്സൊക്കെ ഉണക്കാനിട്ടിട്ടുണ്ട്. ഇതിനൊന്നും ഇറങ്ങേണ്ടി ഇവിടെ ഒറ്റ മോശം റോഡ്. കുറച്ച് തന്നെ ഇറങ്ങിയാൽ മതി. നമുക്കിവിടെ ഇറങ്ങി ഷൂട്ട് ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നല്ലവരുണ്ട് കേട്ടോ. പക്ഷേ വിരലുണ്ടാകുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ. നമുക്ക് ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ അവിടുത്തെ കൂടുതൽ റിയാക്ഷൻ അനുസരിച്ചില്ല നമ്മൾ അവിടെ വിലയിരുത്തൽ. അത് വെച്ച് നോക്കുകയാണെങ്കിൽ പറ്റ മോശം ആളുകളാണ്. പിന്നെ എപ്പോഴും വേട്ടയാടി ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ അത്രയൊക്കെ തന്നെ അവരുടെ ചിന്തിച്ചാൽ മതി. നമ്മൾ കുറ്റപ്പെടുത്തല്ല, നമുക്കുണ്ടായ അനുഭവങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞു കിട്ടാം. ഇത് ഈ സൈഡ് ആയതുകൊണ്ടാണോ എന്നറിയില്ല. ഇനി മറ്റു സൈഡ് എത്തുന്നതിനനുസരിച്ചിട്ട് നമുക്ക് വ്യത്യാസങ്ങൾ ഉണ്ടായിക്കൂടായില്ല. നമ്മൾ പ്ലാൻ ചെയ്ത വീഡിയോസ് രീതിയിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റൂല ഇവിടുന്ന്. കാരണം വലുതായി മടുപ്പ് ഇവിടെ. ഒന്നും ചോദിച്ചാൽ കറക്റ്റ് വ്യക്തതയിൽ പറഞ്ഞുതരില്ല. പറഞ്ഞു തരണോടാണെങ്കിലോ. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ ദിവസം പിന്നെ അവരെ കൂടി ആക്കിച്ചിരി നമ്മളെ. നല്ല നല്ല വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ആർമി ഉദ്യോഗസ്ഥന് വന്നിട്ട് അവൻ്റെ അടുത്ത് നിൽക്കണമായിരുന്നു. എന്നിട്ട് അവൻ്റെ കളി കാണുമ്പോൾ ഒന്നും ഇവിടെയൊക്കെയാണ് നമ്മളെ ഈ കാശ്മീരിനെ നന്നാക്കാൻ നിൽക്കണൊക്കെ നല്ലത്. എനിക്ക് പോയില്ല ഏറ്റവും ഇഷ്ടപ്പെട്ട 3 സംസ്ഥാനങ്ങൾ. ആളുകളുടെ സ്വഭാവം കൊണ്ടാണെങ്കിൽ പഞ്ചാബ്, തമിഴ്നാട്, കാശ്മീർ. പ്രകൃതി ഭംഗി കൊണ്ടാണെങ്കിൽ കാശ്മീരും പഞ്ചാബ്, ഹിമാചലൊക്കെ അടിപൊളിയാണ്. പക്ഷേ മേഘാലയ അതുപോലെ മഹാരാഷ്ട്ര മൺസൂൺ മഴക്കാലത്തുള്ള പച്ചപ്പും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയാട്ടോ. പക്ഷേ ആളുകളുടെ പെരുമാറ്റം, ടൂറിസം എല്ലാം കൂടി വെച്ച് നോക്കുകയാണെങ്കിൽ കാശ്മീർ, ഹിമാചൽ ഇതൊക്കെയാണ്. ഹിമാചലത്തിൽ കാശ്മീരിലൊക്കെ ആളുകളെ പെരുമാറ്റം, പഞ്ചാബും തമിഴ്നാടാണ് ഏറ്റവും പെരുമാറ്റം ഏറ്റവും ടോപ്പ്. പക്ഷേ ടൂറിസ്റ്റും കൂടി വെച്ച് നോക്കുകയാണെങ്കിൽ കാശ്മീരും ഹിമാചലും അവിടുത്തെ ആളുകളെ കണ്ട് പഠിച്ചണം. ഇന്ത്യയിലുള്ള മറ്റു ആൾക്കാരൊക്കെ ഇവരൊക്കെ 4 ദിവസം അവിടെ കൊണ്ടിടണം. ഇവിടെ സംഭവം ഈ ഓല വീടും ഇതൊക്കെയാണ്. പക്ഷെ ഇവർക്ക് വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്. ഇവിടെ സ്കൂളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ ഇവർക്ക് ഒരാളോട് അങ്ങനെ പെരുമാറേണ്ടത് ഇവർക്ക് അറിയില്ല.
കൾച്ചറില്ല. വിദ്യാഭ്യാസം ഉണ്ടാകുന്ന കാര്യമില്ല, പെരുമാറാനും കൂടി അറിയണം ഒരാളോട്. നമ്മളെ പ്രത്യേകിച്ച് നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളെന്തെങ്കിലും ചോദിക്കുമ്പോൾ നമ്മളൊരു എന്താ പറയുക, നമ്മൾ വേറെ എവിടെയെങ്കിലും വന്ന ആൾക്കാരമായിരിക്കും നമ്മൾ കൊച്ചാക്കി. ഇവിടെ കണ്ട ഇതിൻ്റെയൊക്കെ തലയോട്ടികൾ കണ്ട, ഇത് ഇവരെ വേട്ടയാടിയിട്ട് ഇങ്ങനെ എന്താ പറയുക, ഇവരെ കരുത്ത് തെളിയിക്കുന്ന സംഭവം കേട്ടാ. ഇത്ര മൃഗത്തിനെ വേട്ടാടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നേരത്തെ പറഞ്ഞില്ല, തോണിമായിരിക്കില്ല, അത് വരെ ചണ്ടിയും കാര്യങ്ങളും വരെ വാദ്യോപകരണം മറ്റാണ്. വാദ്യോപകരണം എന്ന് പറയും ആ സംഭവങ്ങളൊക്കെയാണ്. അത് അതിൽ കുറേ കോലുകളൊക്കെ ഉണ്ട്, അത് ഇട്ടിങ്ങനെ മുട്ടിയാണ്ട് നമുക്ക് പല മ്യൂസിക്കും ഉണ്ടാക്കാൻ പറ്റും. അതാണ് സംഭവം. ഞാൻ മുകളിൽ നിന്ന് ഒരാൾ കാണിച്ചെന്നത്, പക്ഷേ ഞാൻ വീഡിയോസ് എടുക്കരുത് കാരണം ഇതൊക്കെ കുടിലുകളാണിത്, ചെറിയ ചെറിയ കുടിലുകൾ. ചെറിയ ചെക്കന്മാരായാലും നയമ്പ് ചെക്കന്മാരായാലും ഒക്കെ കണക്ക് തന്നെയാണ്. നമുക്ക് പിടിച്ച് 4 പൊട്ടിച്ചണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ പൊട്ടിച്ചിട്ട് ഇവിടുന്ന് വേണം പോകാൻ പറ്റൂല. അങ്ങനെയാണെങ്കിൽ 4 മേട്ടം മേടിച്ചെങ്കിലും വിടായിരുന്നു ഇവിടുന്ന്. ഇതാകും വെച്ചാ ശരിക്കും ഗവൺമെൻറ്, ഇന്ത്യ ഗവൺമെൻറ് ഇവരൊക്കെ നന്നാക്കി എടുക്കണം. ഇവിടുത്തെ ആളുകളെ പെരുമാറ്റം എന്ന് പറഞ്ഞാൽ ഒറിജിനൽ മ്യാൻമാരുടെ ഗൾഫിൽ ബർമ്മക്കാരെന്നാണ് പറയല്. ബർമ്മക്കാർ, ഞാൻ കുറേ ബർമ്മക്കാരെ കടയിൽ സാധനം ഡെലിവറി ചെയ്തിരുന്നു. ഇത്ര ഒരു മോശപ്പെട്ട ആളുകൾ ബർമ്മക്കാരുമായിരിക്കും പെരുമാറാൻ. അതേ കൾച്ചർ അതിൻ്റെ അതിർത്തി കിടക്കണവരല്ലേ, ആ കൾച്ചർ തന്നെ ഇവർക്കും കിട്ടിയിരുന്നത്. അവിടെ ഒരു ബായി നെല്ലെന്തോ ഇതാക്കണേ, നമ്മൾ അങ്ങോട്ട് വരാൻ പറ്റുമോ? പറ്റൂല, നേരെ പൊയ്ക്കോന്ന്. GSS മോൺ വില്ലേജ്. വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്, പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടുത്തെ സ്കൂളാണിത്. സ്കൂളൊന്ന് മുകളിലുണ്ടായിരുന്നു, ഇപ്പോൾ 2ാമത്തെ സ്കൂൾ നമ്മളിവിടെ കണ്ട്. ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോഴേ അവിടെ കുറേ ആളുകൾ തൊഴിലുറപ്പിൻ്റെ ആളുകളാണ്. തൊഴിലുറപ്പ് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പ്രായമായ ആൾക്കാരാണ്, ചെറുപ്പക്കാർ, ചെക്കന്മാർ, വിദ്യാഭ്യാസമുള്ള ചെക്കന്മാരാണ്. അപ്പോൾ അവർ അങ്ങോട്ട് വെച്ച് നിങ്ങൾ എന്തിനായിട്ട് വന്നതെന്ന് ചോദിച്ചു. ഇവിടെ സ്ഥലം കാണാനായിരുന്നു, വേറെ എന്തെങ്കിലും പർപ്പസ് ഉണ്ടായിച്ചു. വേറെ പർപ്പസ് ഒന്നുമില്ല, ഞങ്ങളിവിടെ സ്ഥലം കണ്ട് കുറച്ച് വീഡിയോസ് എടുത്ത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പെർമിഷൻ ഉണ്ടോ? ആരെ പെർമിഷൻ ഇപ്പോൾ ഇവിടേക്ക് വരാൻ നമുക്ക് ആവശ്യം? ഇന്ത്യയിൽപ്പെട്ട ഒരു സ്ഥലമാണിത്. നമുക്ക് ഈ പാസ്, ഈ സംസ്ഥാനം കിടക്കാൻ നമുക്ക് പാസ് കിട്ടിയിരിക്കണം. ആ പാസ് വെച്ച് കടന്ന് വേറെ ഇവിടെ പ്രത്യേകിച്ച് പെർമിറ്റ് ഞങ്ങൾ കണ്ടല്ല ഗേറ്റ്, മോൺ വില്ലേജ് പറഞ്ഞ ഗേറ്റ്. ആ ഗേറ്റ് വഴി നമ്മളിങ്ങോട്ട് കയറി വന്നത്. എന്താ പറയുക, അവർ പറഞ്ഞാൽ കുറച്ച് കൂടിപ്പോവും. അങ്ങനത്തെ ഒരു വൃത്തികെട്ട പെരുമാറ്റം. നമ്മളിന്നലെ രാത്രി ഇങ്ങോട്ട് കയറി വന്നാൽ ഇവിടെ സ്റ്റേ ഉണ്ടെന്ന് കരുതി. രാത്രി ഇങ്ങോട്ട് വരാൻ ഞാൻ നന്നായി. വരെ സ്വഭാവം ചിലപ്പോൾ ഇതിലും അപ്പുറമായിരിക്കും. ചൂടായതും ചീത്തറിനൊന്നുമല്ല, പക്ഷേ നിങ്ങൾക്ക് ഇവിടെ വരാൻ പെർമിഷൻ ഉണ്ടോ? ഇന്ത്യയിൽ ഇവിടേക്ക് എന്ത് പെർമിഷൻ, ചെക്ക് പോസ്റ്റ് ഉണ്ടെങ്കിലല്ലോ നമുക്ക് പെർമിഷൻ എടുക്കേണ്ട ആവശ്യമുള്ളൂ. നമ്മളിവിടെ നിന്ന് സ്റ്റേ എടുത്തതല്ല, നമ്മൾ വണ്ടിയിട്ട് വന്ന് കറങ്ങി കണ്ട് തിരിച്ചു പോകുന്നു. ഇതാണ് നമ്മളെ ഗേറ്റ് ഇട്ടാ, മോൺ വില്ലേജിൻ്റെ. വെൽക്കം ടു മോൺ വില്ലേജ്. ഇവിടേക്കാണ് നമ്മുടെ തൊഴിലുറപ്പ് ചോദിച്ചാൽ നിങ്ങൾക്ക് പെർമിഷൻ എടുക്കുന്നതെന്ന് വെച്ചാൽ. ഇത്രയും വലിയ ഗേറ്റും വെച്ച് അവിടെ വെച്ചിട്ട് ഇവിടെ ആരെടുത്ത് പെർമിഷൻ എടുക്കാനാണ്? നമ്മൾ വീണ്ടും പറഞ്ഞ് നാഗാലാൻഡിൻ്റെ കൊഹിമ ദിമാപൂർ ഏരിയനെ പറ്റി നമുക്കറിയില്ല, നമ്മളങ്ങോട്ട് പോകാൻ നിൽക്കുന്നുള്ളൂ. പക്ഷെ ഒരിക്കലും നിങ്ങൾ ഈ വില്ലേജ് വിസിറ്റ് ചെയ്യാൻ നിങ്ങൾ ഇവിടേക്ക് വരരുത്. നിങ്ങൾക്ക് വെറും നിരാശ മാത്രമായിരിക്കും. വേറെ സംഭവം കാണാനൊക്കെ ഉണ്ട്, പക്ഷേ ആളുകളെ പെരുമാറ്റം ശരിയില്ല. ഇങ്ങോട്ട് വരായി എന്നുള്ളത്. നമ്മളെന്തായാലും ഇവിടുന്ന് പോകുന്നത് ലോക്മാൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാട്ടാ. ലോക്മേ പേര് ഞാൻ മറന്ന്. ഇത് നോക്കണം, മാപ്പിൽ നോക്കണം. അപ്പോൾ അവിടെ ഇന്ത്യ മ്യാൻമാർ ബോർഡർ ആണ് സ്ഥലമാണ്. അപ്പോൾ അവിടേക്ക് പോകണം. അപ്പോൾ സമയം 1 മണിയായിട്ടുണ്ട്. 42 കിലോമീറ്റർ യാത്ര ഉണ്ട്. ഇനി അവിടെ എത്തുമ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല, പോയാൽ തന്നെ അറിയുള്ളൂ. അപ്പോൾ നമ്മളെന്തായാലും ഇവിടുന്ന് പോകാൻ നിൽക്കുകയാണ്. ഒരു മുട്ടായിൻ്റെ വായിലിട്ട് അതായിട്ട് സംസാരിക്കുമ്പോൾ അത് തുപ്പി ഒഴിവാക്കാനും പറ്റണില്ല, ഇനി ഇവിടെ നിന്ന് സമയം കളയാനും പറ്റണില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ വായിലിട്ടാണ് സംസാരിച്ചത്. നമ്മളിപ്പോൾ ആ ഗ്രാമത്തിൽ നിന്ന് ഇറങ്ങി പോകുന്നിട്ടോ. ഇനി നമ്മൾ ലോങ് വാൻ എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇന്ത്യ മ്യാൻമാർ ബോർഡർ വരണം. അവിടേക്ക് പാസ് ആവശ്യമുണ്ട്. പാസ് കിട്ടുന്നതിന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് തനി കാട്ടാളന്മാരെ നാട് തന്നെ പറയേണ്ടി വരും കേട്ടോ. നമ്മൾ ലോങ്ങിലേക്ക് പോകുന്നത് അതുപോലുള്ള വഴികളാട്ടോ. ഏകദേശം ഇപ്പോൾ 20 കിലോമീറ്ററോളം നമ്മൾ യാത്ര ചെയ്ത്. ഇനി 22 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് നമുക്ക് ലോങ് വേ പോകാൻ. ലോങ് വേ എന്ന് പറഞ്ഞൊരു പ്രത്യേകതയുള്ള സ്ഥലമാട്ടോ. അത് നമുക്ക് അവിടെ ഹോം സ്റ്റേ നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ ഹോം സ്റ്റേ കണ്ടിട്ടുണ്ട്. ഇതുപോലുള്ളൊരു ഒരു ട്രൈബൽസിൻ്റെ തന്നെയാണ്. 2 രാജ്യത്ത് എന്താ പറയുക, ഇതില്ല പൗരത്വമുള്ള ആളുകളൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. പിന്നെ ഇന്നും രാജഭരണം അങ്ങനെ എന്തൊക്കെയോ ഒരു ചരിത്ര പ്രത്യേകതയുള്ള സ്ഥലമാണ്. അത് എന്താണെന്ന് പറഞ്ഞാൽ അവിടെ എത്തിയിട്ട് നമുക്ക് അവിടെ ഹോം സ്റ്റേ
കിട്ടിയാൽ മാത്രം നമുക്ക് അവിടെ സ്റ്റേ ഒക്കെ എടുത്ത് നല്ല രീതിയിൽ അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ എടുത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ സമയം ഇപ്പോൾ ഇത്ര 2:15 ആയിരിക്കുന്നത്. അവിടെ എത്തുമ്പോൾ തന്നെ എന്തായാലും ഇപ്പോൾ 4 മണിയാവും. 20 കിലോമീറ്റർ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനത്തെ റോഡ് ഇറക്കം കാറ്റായിട്ട് വണ്ടി കൊണ്ട് സ്പീഡ് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ അവിടെ നമുക്ക് ഹോം സ്റ്റേ കിട്ടുകയാണെങ്കിൽ സ്റ്റേ ഒക്കെ എടുത്തിട്ട് നാളെ രാവിലെ നമുക്ക് അവിടുത്തെ കാഴ്ച കാണാൻ ഇറങ്ങാം. ഇവിടെ ഉള്ളവരാണ് വരുന്നവരും ഈ ഇതെന്താ വണ്ടിയുടെ ഉള്ളിൽ എന്താ അവിടെ എന്താ ഇവിടെ എന്താ അങ്ങനത്തെ ഒക്കെ ചോദ്യം ആൾക്കാരെ എടുത്തത് മറുപടി പറഞ്ഞ് കുഴങ്ങി. നമ്മളിപ്പോൾ പോങ്ചിങ് എന്ന് പറഞ്ഞ ഒരു ടൗണിലെത്തിക്കുന്നു കേട്ടോ. ടൗണല്ല, ഇവിടുത്തെ ഒരു ഗ്രാമമാണ്. ഇവിടെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ലോങ് വേ ചോദിക്കണം. നമ്മളൊരു കിടിലം വനം താണ്ടിയിട്ടാണ് ഇവിടെ എത്തിക്കണത്. കിടിലം എന്ന് പറഞ്ഞാൽ കിടിലം വന്യമൃഗമൊന്നുമില്ല. ഇങ്ങനെ കാട്ടുകൂടിയുള്ള യാത്ര വന്യമൃഗം ഇല്ലാതെ നമ്മൾ കണ്ടിട്ടില്ല. കാട്ടുകൂടിയുള്ള യാത്ര ആയതുകൊണ്ട് പിന്നെ വീഡിയോസ് ഷൂട്ട് ചെയ്യാതിരുന്നാണ് ബോറടിപ്പിക്കേണ്ടെന്ന് എഴുതിയിട്ടാണ്ടാ. നമ്മൾ പോകുന്നത് മ്യാൻമാറിൻ്റെ അതിർത്തിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതൊക്കെ കണ്ട കുടിലുകൾ, ഓലക്കുടിലുകൾ, ഓലയും മുളയാണ് ഇവിടുത്തെ വീടുകൾ മുഴുവൻ. ഇവിടെ ഒരുപാട് വീടുകളുണ്ട്. നമുക്ക് പോകാനുള്ള ലോങ് വേയിലേക്ക് ഇനിയും ഇവിടുന്ന് 12 കിലോമീറ്റർ ഉണ്ട്. അല്ലാണ്ട് ഓടിക്കൊണ്ട് എത്തുന്നില്ല. 12 കിലോമീറ്റർ ഉണ്ട് ലോങ് വേ. ഇത് മറ്റൊരു വില്ലേജ്. നമ്മളിതാ ഇനി ഇവിടുന്ന് ഏകദേശം 5 കിലോമീറ്റർ ലോങ് വേക്കില്ല കേട്ടോ. സൂര്യൻ അസ്തമിക്കാനായിട്ട് മലമുകൾ തയ്യാറെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. അത് കാഴ്ചപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടൊരു ഹോം സ്റ്റേൻ്റെ നമ്പറിൽ വിളിച്ചിട്ടുണ്ട്. 1500 പറഞ്ഞ റേറ്റ്. ഇവിടെ എവിടെ ഇപ്പോൾ ലോങ് സ്റ്റേ? അതെ വണ്ടി നാഗാലാൻഡ് രജിസ്ട്രേഷൻ ഉണ്ട്. ഇവിടെ ഇവിടെ ആൾക്കാർ ഹോം സ്റ്റേക്ക് ഇത് നമ്മളിപ്പോൾ ഹോം സ്റ്റേ നോക്കിയെടുത്ത് ആകെ ഒറ്റ റൂമേ ഒഴിവുള്ളൂ. അത് ഒരു വൃത്തി പോരാ അത്. അപ്പോൾ ഓന് ഇവിടെ വേറെ ഹോം സ്റ്റേ ഉണ്ട്. നിങ്ങൾ അവിടെ പോയി നോക്കി. അവിടെ റൂം കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് തന്നെ പോരുന്ന പറഞ്ഞു. പോയി നോക്കുക. ഇത് നമ്മൾ പോയ മോൺ വില്ലേജ് പോലല്ല കേട്ടോ. അത് നല്ല നല്ല മനുഷ്യന്മാരാണ് ഇവിടെ ഉള്ളത്. നമ്മളിവിടത്തെ റൂം എടുത്തിട്ടാ നമുക്ക് 800 രൂപയ്ക്ക് റൂം കിട്ടി. ഇതാണ് നമ്മളെ റൂം ഇട്ടാ. നോക്കണേ, ഇത് റൂമിൻ്റെ പ്രത്യേകത എന്താ പറഞ്ഞാൽ ഇവിടെ നിന്നുള്ള വ്യൂ ആണ് നിങ്ങൾ കാണേണ്ട കേട്ടോ. റൂമിൽ നിന്ന് കണ്ട വ്യൂ കണ്ടില്ല നിങ്ങൾ? ഏതാ സ്ഥലോ? ഒന്നുകൂടി ഫോക്കസ് ഇട്ടപ്പോൾ ക്ലിയർ കൂടിയിട്ടാ. അടിപൊളി ലൊക്കേഷനാണ്. അപ്പോൾ നാളെ നമുക്ക് വില്ലേജിൻ്റെ കൂടുതൽ കാഴ്ച നമ്മൾ നാളെ കാണിക്കും. അപ്പോൾ നമ്മൾ സ്റ്റേ എടുത്ത് കൊടുത്ത് നമ്മൾ ഫുഡ് കഴിക്കട്ടാ. നമ്മളെ ബൈൻ്റെ ഹോം സ്റ്റേയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ എടുത്തുണ്ട് പൂച്ചക്കുട്ടിക്ക് ചൂട് കൊടുക്കണതൊക്കെയാണ്. പൂച്ചക്കുട്ടിയെ ചെറിയ കുട്ടികൾ കിടക്കണമായിരിക്കും. ഇതൊക്കെ വീഡിയോ ഇതൊക്കെ വലിയ കിതറേ പൂച്ചക്കുട്ടി കിടക്കണതൊക്കെയാണ്. അവൻ്റെ ആ ചൂടും കിട്ടി, തീൻ്റെ ചൂടും തട്ടിയിട്ട് അങ്ങനെ ഉറങ്ങുകയാണ് ആൾ. ബൈ ആപ്ക നാം ചെലൈ എന്ന് പറഞ്ഞാൽ ബൈൻ്റെ ഹോം സ്റ്റേയിലായിട്ട് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ ഇതാണ് നമ്മളെ ഫുഡ് ഇട്ടാ. ചോറ് നക്കതാന്ന് പറഞ്ഞ എന്തോ സംഭവം മനസ്സിലായിട്ടില്ല എനിക്ക്. പിന്നെ ഒരു പരിപ്പ് കറി ഉണ്ട്, പിന്നെ ഉരുളക്കിഴങ്ങ് ഉണ്ട്, പിന്നെ ഇതെന്താ സാധനം? എന്താ ചിരങ്ങ പുഴുങ്ങിയതാ എന്തോ ഒരു സാധനം ഉണ്ട്. സലാഡ് ഉണ്ട്, ചട്നി ഉണ്ട്, വേറെ ചമ്മന്തി ഉണ്ട്. അജുവിനോടെ വിളമ്പിയിട്ടുണ്ട്. ഇതൊരു അടിപൊളി ഇട്ടാ. ഇതാട്ടോ കിച്ചൻ്റെ. ഇവിടെ ഫുള്ള് ട്രഡീഷണൽ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് ഈ ചുമരമലൊക്കെ വെച്ചിട്ടുള്ളത്. കണ്ടില്ല എന്തൊക്കെ സംഭവങ്ങളുണ്ട്, പറയാൻ നമുക്ക് തന്നെ കിട്ടുന്നില്ല. അത്രയും സംഭവങ്ങൾ, പാത്രങ്ങളായാലും കൊട്ടകളായാലും ഇവിടെയൊക്കെ അതുപോലെയുള്ള സംഭവം. ഈ കിച്ചൺ തന്നെ ഒക്കെ എല്ലാം ഇഷ്ടപ്പെട്ട്. കട്ടിലൊക്കെ നോക്കുകയാണെ ഈ ഒരു വൈബിലിരുന്നിട്ട് നമ്മളിന്ന് ഫുഡ് കഴിക്കണം കേട്ടോ. അങ്ങനെയുണ്ട് ജൂനോ ഫുഡ്? അടിപൊളിയാ. ഫൈനലി ഇതാ ഞാൻ എല്ലാം വിളമ്പിയിട്ടുണ്ടെങ്കിൽ ഇത് കഴിക്കട്ടെ. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നമ്മളൊരു ബായ് ഉണ്ട് ഇവിടുത്തെ ട്രഡീഷണൽ ലുക്കിൽ വന്നൊരു ബായ് കേട്ടോ. പേര് ഞാൻ നേരത്തെ ചോദിച്ചു, ഞാൻ മറന്നു വെച്ചത്. പേര് നമുക്ക് മനസ്സിൽ കിട്ടാത്തൊരു പേരാണ്. ഇത് എന്തൊരു വൈബാന്ന് പറയുക. ഇങ്ങനെ ഈ അടുക്കളയുടെ ഇതിൽ ഇങ്ങനെ കിച്ചണിൽ വന്നിരുന്നിട്ട് കിച്ചണിന് ചുറ്റും ഇങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കണ് ഇതാക്കണ്. ഇവരുടെ വീട്ടിൽ നിന്ന് കഷ്ടം കുറവാട്ടോ. ഇവിടെ നിന്ന് നമ്മൾ തന്നെ ഉള്ളൂ.
ഇവിടെ ഒരുപാട് ഫോറിനേഴ്സ് ഒക്കെ വരുന്ന ഒരു ഇതാണ് ഹോം സ്റ്റേ ആണ് ഇത്. അപ്പോൾ അതിൽ പേര് എഴുതിയപ്പോൾ കണ്ട് കുറേ രാജ്യത്തുള്ള ആളുകൾ വന്നതൊക്കെ അതിൽ കാണുന്നുണ്ട്. ഈ ഇരിക്കണ മനുഷ്യന് നിസാരക്കാരനല്ല, മൂപ്പരെ പേരുള്ള ബുക്കാണ്, മൂപ്പര ആത്മകഥ. ഈ ഫോട്ടോയിൽ കാണുന്ന ആള് മൂപ്പരാട്ടാ. ഇതിപ്പോ ഇംഗ്ലീഷിലുള്ള പതിപ്പാണ്, ഇതിനെപ്പറ്റി കൂടുതൽ ഇപ്പൊ നമുക്ക് അറിയില്ല. നമ്മളെന്തായാലും ഒരു പുസ്തകം കൊണ്ടുപോകും ഇവിടെ നിന്നിട്ട് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിക്കാലോ സംഭവം എന്താന്നുള്ളത്.